എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. എൻ്റെ പേര് ടോം ബാസ്റ്റ്യൻ. ഞാനിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. അപ്പോൾ നീറ്റ് എന്ന് പറയുന്നൊരു പരീക്ഷ നിങ്ങളെല്ലാവരും അടുത്തുകൊണ്ടിരിക്കുന്നൊരു സമയം. അപ്പോൾ നീറ്റിലേക്ക് ഞാൻ അവസാനത്തെ ആഴ്ച എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പ്രിപ്പയർ ചെയ്തു, എങ്ങനെയൊക്കെ സ്ട്രാറ്റജൈസ് ചെയ്ത് നീറ്റിനെ അപ്രോച്ച് ചെയ്തു, പിന്നെ എൻ്റെ ഒരു ചെറിയൊരു എങ്ങനെ നീറ്റ് എന്ന് പറഞ്ഞ പരീക്ഷനെ എത്തി, എങ്ങനെ ഇപ്പോൾ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു, അതിനെക്കുറിച്ചൊരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെപ്പറ്റി പറയുവാണെങ്കിൽ ഞാൻ ആദ്യം നീറ്റ് എന്ന് പറഞ്ഞ പരീക്ഷ ക്രാക്ക് ചെയ്ത് MBBS എന്ന് പറയുന്നൊരു കോഴ്സിലേക്ക് അഡ്മിഷൻ നേടണം എന്നൊരാഗ്രഹം എനിക്ക് ആദ്യമായിട്ട് വരുന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ പതുക്കെ ഞാൻ നീറ്റിനെക്കുറിച്ച് നോളജ് അക്വയർ ചെയ്യാൻ തുടങ്ങുകയും അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നോ അതിനൊരുപാട് ബുക്കുകൾ റെഫർ ചെയ്യുക അങ്ങനെയൊക്കെ പഠിച്ചാണ് ഞാൻ അവസാനം നീറ്റിലേക്ക് എത്തിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നീറ്റ് എന്ന പരീക്ഷ എഴുതി തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പല വ്യക്തികളും സ്വാഭാവികമായിട്ടും കാണുന്ന തൊട്ട് തന്നെ പല വ്യക്തികളും എൻ്റെ അടുത്ത് പല കാര്യങ്ങൾ പറഞ്ഞു. എടാ ഇതൊക്കെ കിട്ടുമോ, നീറ്റ് എന്ന് പറഞ്ഞ പരീക്ഷ എനിക്ക് കിട്ടാൻ പറ്റുമോ, കാരണം ഇതെങ്ങനെ ഭയങ്കര ടഫ് എക്സാമാണ്, ഇത്രയും വെച്ചാൽ നല്ല ടഫല്ലേ, നീ എനിക്ക് എങ്ങനെ പഠിച്ചത് എഴുതാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളെൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പം ഞാൻ അതൊക്കെ കേട്ട് ഇങ്ങനെ പോയി പരീക്ഷ എഴുതി. അപ്പോൾ ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ ഞാൻ യൂഷ്വലി ഞാൻ പഠിക്കുന്നതിൽ നിന്നും അവസാനത്തെ ഒരു 1 വീക്ക്, അവസാനത്തെ ആ ഒരു 2-3 ദിവസം, ആ ദിവസങ്ങളിൽ ഞാൻ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചിലാണ് പോയത്. അതെന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു, എന്നെ എങ്ങനെ ഒരു അഡ്മിഷൻ കിട്ടാൻ സാധിച്ചു, എങ്ങനെ എനിക്ക് നീറ്റ് നല്ലതായിട്ട് എഴുതാൻ പറ്റി, ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് നല്ലതായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നീറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ, ഒരു നീറ്റ് ആസ്പിറൻറ്റിനെ സംബന്ധിച്ച് 3 സബ്ജക്റ്റ് ആണല്ലോ, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ആണല്ലോ. നീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ബയോളജി എന്ന് പറയുന്ന പരീക്ഷ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് എല്ലാവർക്കും അറിയാം. കാരണം എന്താ, ബയോളജി എന്ന് പറയുന്ന പരീക്ഷ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സാധനം കിട്ടുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. അതായത് ശരിക്കും ഇങ്ങനെ ഒരു മിനിറ്റ് തീരെ സമയമില്ലാത്തൊരു സമയത്താണല്ലോ നീറ്റ് എഴുതുന്നത്. പക്ഷേ ബയോളജിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സബ്ജക്ട്സ് നമുക്ക് നല്ല സമയം കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് ബയോളജി. അപ്പോൾ ബയോളജിക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടും, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ആദ്യമായിട്ട് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയിലും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ എഴുതിയിരുന്ന ബയോളജിയില്ല. അപ്പോൾ ബയോളജി നമുക്ക് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സബ്ജക്ട്സ് വെച്ച് ടൈം കിട്ടുമല്ലോ. ആ ഒരു ആസ്പെക്റ്റ് ഞാൻ ആദ്യം തന്നെ എപ്പോഴും എഴുതിയിരുന്ന ബയോളജി ആയിരുന്നു. ബയോളജി എഴുതുമ്പോൾ നല്ല ടൈം എനിക്ക് ലാഭിക്കാൻ പറ്റും. അത്ര ടൈം കൺസ്യൂം ചെയ്താൽ ബയോളജിക്ക് നല്ല ടൈം നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എഴുതിയിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സിൻ്റെ കാര്യത്തിൽ അറിയാലോ, ഇൻഓർഗാനിക് ബയോളജിയുടെ ഒരു വേറെ ലെവലാണെന്ന് നമുക്ക് പറയാം. അതായത് ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണും, ഉത്തരം എഴുതുക. പിന്നെ ഓർഗാനിക് എന്താ ജസ്റ്റ് ഇങ്ങനെ എഴുതുക. പക്ഷേ ഫിസിക്സ് നിങ്ങൾ ജനറലായിട്ട് അങ്ങ് എഴുതി പോയാൽ മതി. ഓർക്കുക, ബയോളജിക്ക് കുറവ് ടൈം എടുക്കുക, കെമിസ്ട്രിക്ക് ഇച്ചിരി ടൈം എടുത്തോ. ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഫിസിക്സിനായിരിക്കും. കാരണം ഫിസിക്സിലെ പ്രോബ്ലംസ് വരുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു നിമിഷം എത്തുമ്പോൾ സ്റ്റക്കായി പോകും. അങ്ങനെയൊക്കെ പല സന്ദർഭങ്ങൾ വരുമായിരിക്കും, പല നിമിഷങ്ങൾ വരുമായിരിക്കും നമുക്ക് ഫിസിക്സൊക്കെ എത്തുമ്പോൾ. അപ്പോൾ ബയോളജി പെട്ടെന്ന് എഴുതാൻ നോക്കുക. പെട്ടെന്ന് എഴുതാൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് വിട്ടേക്കുക, അത് നമുക്ക് അവസാനം എഴുതാം. ഒരുപാട് ടൈം അങ്ങോട്ട് എഴുതാതെ പെട്ടെന്ന്. പക്ഷേ ഓർക്കണം, പ്രിസൈസ് ആയിരിക്കണം ബയോളജി. കാരണം ബയോളജിയിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അത് വിട്ട് കളഞ്ഞുകൂടാ. ബയോളജി നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് പ്രിസൈസ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് ബയോളജിക്ക് മാർക്ക് ഇടുന്ന ആദ്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. പിന്നെ വരുന്നതാണ് കെമിസ്ട്രിയുടെ കാര്യം ഞാൻ പറഞ്ഞു തന്നെ. ഓർഗാനിക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കുക, ചെയ്ത് പോവുക. ഇൻഓർഗാനിക് നോക്കി പോവുക. ഫിസിക്കലൊക്കെ കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഒട്ടും തെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നല്ല കൂളായിട്ട് പോവുക, എഴുതുക, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക. സാധാരണ നിങ്ങൾ എഴുതുന്ന മോക്ക് എക്സാംസ് വിട്ട് തന്നെ എഴുതുക. ഫിസിക്സ് നിങ്ങൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ടൈം കൊടുക്കാതെ മാക്സിമം ക്വസ്റ്റ്യൻസ് എഴുതി വരും. ഒരു ക്വസ്റ്റ്യൻ്റെ പുറകെ ഒരുപാട് സമയം കഴിഞ്ഞാൽ അത് ബാക്കി ക്വസ്റ്റ്യൻസിനെ എഫക്റ്റ് ചെയ്യും. ആണ് നിങ്ങൾ നീറ്റ് എന്ന് പറയുന്ന എക്സാമിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട ടൈം എന്ന് പറയുന്നൊരു സാധനമായിരിക്കും. ടൈമിലോട്ട് നിങ്ങൾ നല്ല കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു, കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് എഴുതുക, പക്കയായിരിക്കും സംഭവങ്ങൾ. ലാസ്റ്റ് വീക്ക് പിന്നെ നമ്മൾ തുടക്കമൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല കൃത്യമായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പഠിച്ചു പോകുന്നൊരു സമയമായിരുന്നു നമ്മൾ ആദ്യമൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഇനിയുള്ളൊരു സമയം നിങ്ങളൊരു ലാസ്റ്റ് വീക്കൊക്കെ എത്തിയല്ലോ, ആ സമയം നിങ്ങൾ ചെയ്യുന്നത് ബയോളജി നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ NCERT നല്ല ബ്ലാക്ക് ആൻഡ് നല്ല ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ചില സാധനങ്ങളില്ല, ചില വേർഡ്സ്, അത് പക്കയായിട്ട് നോക്കാതെ പോകരുത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ചു വിടുക. പിന്നെ ഡയഗ്രാംസ് ആവാം, പിന്നെ ഡയഗ്രാമിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ, അതൊക്കെ ഒന്ന് പെട്ടെന്ന് ഓടിച്ചു വിട്ടങ്ങ് പോവുക. കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഓർഗാനിക് P ബ്ലോക്കിൽ ഒരുപാട് ചാർട്ട്സ് ഒക്കെ ഇല്ല, മറ്റേ നൈട്രജൻ്റെ ഒക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓർഗാനിക് ആണെങ്കിൽ NCERT കൊടുത്തേക്കുന്ന റിയാക്ഷൻസ്, ഫിസിക്സ് ആണെങ്കിൽ ഫോമുലാസ് നോക്കുക. ഇതാണ് നിങ്ങൾ ലാസ്റ്റ് വീറ്റ് മെയിനായിട്ട് ഈ 3 സബ്ജക്ട്സും ചെയ്യുള്ളൂ. ബയോളജി ജസ്റ്റ് ഡയഗ്രാംസോ അതൊക്കെ നോക്കി പോവുക. നിങ്ങൾ ചിലപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത പോയിന്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് എടുക്കുക, അതൊക്കെ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, ലാസ്റ്റ് വീക്കിൽ ഒരു സ്റ്റുഡൻറ്റ് ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത്, എന്നെ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യലായിട്ട് തോന്നിയത്, എനിക്ക് നല്ലതായിട്ട് അച്ചീവ് ചെയ്യാൻ എന്നെ സഹായിച്ച ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. നിങ്ങൾ തുടക്കമൊക്കെ ക്വസ്റ്റ്യനൊക്കെ എഴുതുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എഴുതുമ്പോൾ നിങ്ങളെ റാങ്കും മാർക്കും എല്ലാം നോക്കുമായിരിക്കും. കാരണം എനിക്ക് ഇത്ര മാർക്ക് അങ്ങനെ ഇത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ദയവ് ചെയ്ത് ലാസ്റ്റ് വീക്ക് അങ്ങനെ ഒരു കാര്യം നോക്കല്. നിങ്ങൾ റാങ്കോ മാർക്കിലോ ഒന്നുമല്ല ലാസ്റ്റ് വീക്ക് നിങ്ങൾ നോക്കുന്നത്. ലാസ്റ്റ് വീക്ക് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും എങ്ങനെയാണോ ഞാൻ നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്നത്
ആ ഒരു ഐഡിയ വേണം നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട്. അതായത് നിങ്ങളിപ്പോൾ ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ നിങ്ങൾക്ക് സൺഡേ എക്സാമിന് നിങ്ങൾ വെനസ്ഡേ ഒരു എക്സാം എഴുതാൻ പോവുക. വെനസ്ഡേ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ കൃത്യമായിട്ട് ആ സീറ്റിൽ ഇരുന്ന് എങ്ങനെയാണോ പരീക്ഷ എഴുതാൻ പോകുന്നത്, ഇപ്പോൾ മാസ്ക് ഉണ്ടെങ്കിൽ മാസ്ക് ഇട്ടിട്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, ബയോളജിക്ക് എത്ര ക്വസ്റ്റ്യൻ എഴുതുമല്ലോ, ഓക്കെ നീറ്റ് എഴുതുന്ന കൂട്ടി ശരിക്കുള്ള രീതിയിൽ 3 മണിക്കൂർ പരീക്ഷ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ മടക്കി വെച്ച് വേണം നിങ്ങൾ മാർക്ക് നോക്കുക. അതേ കൂട്ട് കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു നീറ്റ് എക്സാം എഴുതുന്നത് ആ രീതിയിൽ നിങ്ങൾ ലാസ്റ്റ് വീക്ക് എക്സാം എഴുതുക. ലാസ്റ്റ് വീക്കിൽ അതിന് നിങ്ങൾ മാർക്ക് ഒന്നും നോക്കണ്ട, നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു ആ ഒരു 3 മണിക്കൂർ, അതാണ് നിങ്ങൾ ലാസ്റ്റ് ഒരാഴ്ച ഞാൻ ചെയ്തിരുന്ന സംഭവം. ആ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് തെറ്റിക്കാണും. നിങ്ങളവിടെ നോക്കേണ്ടത് എത്ര ക്വസ്റ്റ്യൻസ് തെറ്റി എന്നതല്ല നിങ്ങൾ നോക്കേണ്ടത്, എന്തുകൊണ്ട് എനിക്ക് ക്വസ്റ്റ്യൻസ് തെറ്റി എന്നതാണ് നിങ്ങൾ നോക്കുന്നത്. അതായത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബയോളജിക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഓപ്ഷൻ കണ്ടു കാണത്തില്ലായിരിക്കും, ചിലപ്പോൾ മോർ സ്യൂട്ടബിൾ ആ ഓപ്ഷൻ ആയിരിക്കാം. ആ ഓപ്ഷൻ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണത്തില്ല, അല്ലെങ്കിൽ വായിച്ച് കാണത്തില്ലായിരിക്കും, ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കും. കെമിസ്ട്രിയിലാണെങ്കിൽ ഓർഗാനിക്കിൽ ചിലപ്പോൾ റിയാക്ഷൻ മാർക്കുകയോ ആ റിയാക്ഷൻ എഴുതി കാണത്തില്ലായിരിക്കും നിങ്ങൾ. ഫിസിക്സിൽ ഏറ്റവും കോമൺ ആയിട്ട് എനിക്ക് പറ്റിയൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പറ്റിപ്പോയി ഇടയ്ക്ക് വെച്ച്. കാരണം എന്താ, അത്ര കോൺസെൻട്രേഷൻ കൊടുത്തില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് അത് പറയുന്നു, നിങ്ങൾ കാൽക്കുലേഷനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്നവരെ നിങ്ങളിപ്പോൾ ഓക്കെ അല്ല ജസ്റ്റ് ഇങ്ങനെ ഓപ്ഷൻ നോക്കട്ടെ ഇതാ ഉത്തരം അങ്ങനെ ചാടി പോവാതെ കൃത്യമായിട്ട് ചെയ്തിരിക്കുക. അതിന് സമയം വേണം. ആ സമയം വേണമെങ്കിൽ നമ്മൾ ബയോളജിക്ക് കുറയ്ക്കണം. ഇതെല്ലാം ഇങ്ങനെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കണം നിങ്ങളുടെ ലാസ്റ്റ് വീക്ക് ഓഫ് നീറ്റ് പ്രിപ്പറേഷൻ. നിങ്ങൾ മാർക്സ് ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടതെല്ലാം പഠിച്ചിട്ടുണ്ട്, പഠിക്കേണ്ടത് ഒരുപാട് പഠിച്ചിട്ടുമുണ്ട്. ലാസ്റ്റ് വീക്ക് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഈ പരീക്ഷനെ അപ്രോച്ച് ചെയ്യാം. ആ ഒരു ലാസ്റ്റ് വീക്കിലെ സാധനം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം. മെയിനായിട്ടും ബയോളജി ജസ്റ്റ് അതൊക്കെ നോക്കുക, ഫിസിക്സ് ഫോർമുലാസ് നോക്കി പോവുക, കെമിസ്ട്രി നോക്കുക, പിന്നെ പരീക്ഷ 3 മണിക്ക്. നിങ്ങൾ ഇനി ഒരു 4-5 ദിവസം പരീക്ഷ എഴുതുമ്പോൾ കൃത്യമായിട്ട് സമയം വെച്ച് ബയോളജി ഫസ്റ്റ്. എൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നതും അത് തന്നെയാണ്. ബയോളജി ഒരു ഫസ്റ്റ് പ്രയോറിറ്റി, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച്. പക്ഷേ എനിക്ക് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയ ആ സംഭവമായിരുന്നു. പിന്നെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ തുടങ്ങി അങ്ങ് അറ്റത്ത് നീറ്റ് വരാണല്ലോ എത്തിയത്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഇങ്ങനെ താന്നു പൊങ്ങി. ചില പരീക്ഷകൾ നല്ലതായിട്ട് പഠിക്കുമ്പോൾ നല്ലതായിട്ട് എഴുതും, ചില പരീക്ഷകൾ നല്ലതായിട്ട് എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും മോശമായിട്ട് എഴുതും. അങ്ങനെ പല എൻ്റെ അവസാനത്തെ ആഴ്ചയൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പരീക്ഷയൊക്കെ എഴുതാൻ എനിക്ക് ഭയങ്കര മോശം മാർക്കായിരുന്നു. പക്ഷെ ഞാൻ അതിന് അത്ര സെൻസിൽ എടുത്തില്ല. മാർക്ക് വരട്ടെ, ഞാൻ പഠിച്ചു, ഞാൻ എഴുതേണ്ട കാര്യങ്ങൾ പോയി എഴുതും. അങ്ങനത്തെ ഒരു കാര്യത്തിലായിരുന്നു ഞാൻ പോയിരുന്നത് അവസാനത്തെ ആഴ്ചയിൽ, ലാസ്റ്റ് വീക്ക്. അപ്പോൾ നീറ്റിന് ഞാൻ അത്രേ പറഞ്ഞു വരുന്നുള്ളൂ. നിങ്ങളുടെ പലരും പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ അവസാന ദിവസങ്ങളിൽ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ പലരും പറയും, ഒരു എനിക്ക് അത്ര മാർക്കുള്ള ആ മാർക്ക് വെച്ച് നീ എന്തോ ചെയ്യും. അവർ പറയട്ടെ, അവരെ കൊണ്ട് അതേ പറ്റൂ. പഠിച്ചത് നിങ്ങളാണ്, നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടുമുണ്ട്, ഉറപ്പാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ ആ ഞായറാഴ്ച പോയി 3 മണിക്കൂർ അങ്ങോട്ട് എഴുതിയോ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. കാരണം നിങ്ങൾ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടിൻ്റെ ലാസ്റ്റ് പ്രിപ്പറേഷൻ ഇങ്ങനത്തെ ചെറിയ ട്രിക്സ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വിട്ട് ടൈം കൃത്യമായിട്ട് നോക്കി, ടൈം കൃത്യമായിട്ട് സബ്ജക്ട്സും എല്ലാം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ബ്രഷപ്പ് ചെയ്തെടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നീറ്റ് കിട്ടിക്കും. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നടത്താൻ ആഗ്രഹിക്കുകയാണ്. നീറ്റ് എന്ന് പറയുന്നൊരു പരീക്ഷ, നിങ്ങൾക്ക് ആ പരീക്ഷ കിട്ടാതിരിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങൾ പറയാൻ കാണുമായിരിക്കും. ചിലപ്പോൾ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് കൃത്യമായിട്ട് സമയം കിട്ടിയില്ല, കൃത്യമായിട്ട് സബ്ജക്ട്സ് കിട്ടി കാണത്തില്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പറയാൻ കാണുമായിരിക്കും നീറ്റ് എന്ന പരീക്ഷ കിട്ടാതിരുന്നു. പക്ഷേ നീറ്റ് എന്ന പരീക്ഷ കിട്ടാൻ ഒറ്റ കാരണമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ആ പരീക്ഷ നേടണം എന്നുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹം. MBBS എന്ന് പറയുന്നൊരു പ്രൊഫഷൻ നിങ്ങളുടെ മനസ്സിൽ ആ വൈറ്റ് കോട്ടും ആ സ്റ്റെപ്പ് ഇട്ടുകൊണ്ടുള്ള ആ ഒറ്റ ആഗ്രഹം മതി നിങ്ങൾക്ക് ആ പരീക്ഷ കിട്ടാൻ. ആ ആഗ്രഹത്തിന് സപ്പോർട്ടായിട്ട് നിങ്ങളെല്ലാ പരീക്ഷകളുടെ ഇതായിട്ട് നിങ്ങൾ സബ്ജക്ട്സ് പഠിച്ചിട്ടുമുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് മിസ്റ്റേക്സും എല്ലാം നോക്കി ലാസ്റ്റ് വീക്ക് ഇത് സ്ട്രാറ്റജൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നീറ്റ് കിട്ടും. ഓൾ ദ ബെസ്റ്റ് ഫോർ ദ സൺഡേ എക്സാമിനേഷൻ. താങ്ക് യു.